Hi dears, നമ്മൾ ഇന്ന് സെലക്ടഡ് ക്വസ്റ്റ്യൻ ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. നമുക്കിനി ആകെയുള്ള ദിവസങ്ങൾ വെറും ഒരാഴ്ച മാത്രം, വെറും 7 ദിവസമാണുള്ളത്. 7 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യൻസ്, അതും SCRT പാഠഭാഗങ്ങളിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഫൈനൽ ലാപ്പ് കൊണ്ട് ഒന്ന് ഓടി കളിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 30 ഡേയ്സ് ചാലഞ്ച് ആരംഭിച്ചു. അതിൽ 20 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ 20 ഡേയ്സ് ക്ലാസ്സും കണ്ട് ഇനിയുള്ളൊരു എത്ര ഡേയ്സ് ആണ്? ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലേ? ആ 7 ദിവസത്തെ ക്ലാസ്സുകളും എന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എല്ലാ മേഖലകളിലൂടെയും ഒരു എന്താണ് നല്ല രീതിയിൽ എല്ലാ മേഖലകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങൾ, നമുക്കറിയാം ഫ്രഞ്ചുകാരുടെ കീഴിലും പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിലൊക്കെ പല പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഓക്കെ, കൊച്ചി, ഗോവ, ദാമൻ, ദിയു ഇവയൊക്കെ എന്താണ്? പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളാണ്. അച്ചടി വിദ്യ, മാർഗം കളി, ചവിട്ട് നാടകം ഇത് പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ, മാർഗം കളി, ചവിട്ട് നാടകം എന്നിവ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു 1793 ബംഗാള്, ബീഹാർ, ഒറീസ ഭാഗങ്ങളിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു 1793 ബംഗാൾ, ബീഹാർ, ഒറീസ. റയത്തുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ്. 1820 ദക്ഷിണേന്ത്യയിലും അതുപോലെ തന്നെ ഡക്കാൻ പ്രദേശങ്ങളിലുമാണ് റയത്തുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് 1820. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഹാൾട്ട് മെക്കൻസി ആണ്. 1822 ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബിലുമാണ് ഹാൾട്ട് മെക്കൻസി മഹൽവാരി സമ്പ്രദായം. നീലം കർഷക സമരം നടന്ന വർഷം 1859 കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ്. നീലം കർഷക സമരം നടന്ന വർഷം 1859 ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ്. സന്താൽ കലാപം നടന്ന വർഷം 1855 കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു കാൻഹുവുമാണ്. സന്താൽ കലാപം നടന്ന വർഷം 1855 സിദ്ധു ആൻഡ് കാൻഹു. അടുത്തത് മുണ്ട കലാപം നടന്നത് 1899 നേതൃത്വം കൊടുത്തത് ബിർസ മുണ്ടയാണ്. പോളിഗർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരും കൂടിയിട്ടാണ്. പോളിഗർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരുമാണ്. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? 1857 കലാപത്തിന്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അല്ലെ. അത് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തതാരാ? നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തതാരാ? മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദില് നേതൃത്വം കൊടുത്തത്. ലക്നൌവിലാരാ? ബീഗം ഹസ്രത്ത് മഹൽ.
ഇനി നീലം കർഷക സമരം നടന്ന വർഷം 1859. പഠിച്ചോളണേ, എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. നീലം കർഷക സമരം നടന്നത് 1859. ആറ്റിങ്ങൽ കലാപം 1721. പ്ലാസി യുദ്ധം 1757. കുളച്ചൽ യുദ്ധം 1741. ബക്സാർ കലാപം 1764. ബക്സാർ കലാപം 1764. കുളച്ചൽ യുദ്ധം 1741. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് ഇറങ്ങിയത് 1498. അപ്പൊ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കണേ. നീലം കർഷക സമരം 1859. ആറ്റിങ്ങൽ കലാപം 1721. പ്ലാസി യുദ്ധം 1757. കുളച്ചൽ യുദ്ധം 1741. ബക്സാർ കലാപം 1764. കുളച്ചൽ യുദ്ധം 1741. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് ഇറങ്ങിയത് 1498. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബർ ആണ്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ആണ് കേട്ടോ. പേർഷ്യൻ ആണ്, ശ്രദ്ധിക്കണടാ. പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബർ ആണ്. എന്നാൽ അദ്ദേഹം ബംഗാളി ഭാഷയിൽ രചിച്ചത് പത്രം ഏതാണ്? അത് സംഭാദ് കൗമുദിയാണ്. ബംഗാളി ഭാഷയിലാണെങ്കിൽ സംഭാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലാണെങ്കിൽ മിറാത്തുൽ അക്ബർ. ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ സാമൂഹിക ഒരു പ്രസ്ഥാനമാണ് ഇത് ബ്രഹ്മസമാജം. അപ്പൊ ബ്രഹ്മസമാജം സ്ഥാപിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സത്യശോധക് സമാജ് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ഓരോരോ സംഘടനകളാണ്. സത്യശോധക് സമാജ്, ജ്യോതിറാവു ഫുലെ. ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1914 ആനി ബസന്റും ബാലഗംഗാധര തിലകനും കൂടിയിട്ടാണ്. അപ്പൊ ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പ്രസ്ഥാനം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ആര്യ മഹിളാ സമാജം പണ്ഡിത രമാബായി, ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. നീൽദർപ്പൺ എന്ന നാടകം ദീനബന്ധു മിത്രയാണ്. രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ എങ്കിൽ ബംഗാളി ഭാഷയിലുള്ളതാണ് ഇത് സംഭാദ് കൗമുദി. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത് മാഡം ബ്ലാവട്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവട്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ ബി രാമസ്വാമി നായ്ക്കർ. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ പ്രഭു? കഴ്സൺ. ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് അല്ലെ 1905. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911 അത് റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്. അപ്പൊ ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവട്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ. പിന്നെ SNDP പറഞ്ഞാൽ എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 അദ്ദേഹം സ്ഥാപിക്കുന്നത്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ബംഗാൾ വിഭജനം നടന്നത് 1905 കഴ്സൺ പ്രഭുവാണ്. 1911 അത് റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് പ്രഭുവാണ്. അടുത്ത നോക്ക്. അനുശീലൻ സമിതി ആരുടേതാണ്? സജീന്ദ്രനാഥ് സന്യാലിന്റേതാണ്. ഇതൊക്കെ പുതിയ SSCERT കേട്ടോ. ഞാൻ ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണെന്നറിയോ? പുതിയ SSCERT ആണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഏകദേശം ഞാൻ പറയാം, ഏകദേശവും ഇതിലൊരു 99% ക്വസ്റ്റ്യനും ന്യൂ SSCERT ആണ്. അനുശീലൻ സമിതി സജീന്ദ്രനാഥ് സന്യാലാണ്. അനുശീലൻ സമിതി സജീന്ദ്രനാഥ് സന്യാൽ. അനുശീലൻ സമിതി സജീന്ദ്രനാഥ് സന്യാൽ. ഭാരത് മാതാ അസോസിയേഷൻ ആരാണ്? ഭാരത് മാതാ അസോസിയേഷൻ ഭാരത് മാത. നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യരും അജിത് സിംഗും കൂടിയിട്ടാണ്. ഭാരത് മാതാ അസോസിയേഷൻ, നീലകണ്ഠ ബ്രഹ്മചാരി, പിന്നെ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി രാജ് ബിഹാരി ബോസും
ഗുദിറാം ബോസും ചേർന്നിട്ടാണ് യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത്. റാഷ് ബിഹാരി ബോസും ഗുദിറാം ബോസും 2 ബോസുമാരാണ് കേട്ടോ. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലാണ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായി നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. സൂററ്റ് വിഭജനം നടക്കുന്നത് 1907 സൂററ്റ് വിഭജനം. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1916 മിതവാദികളും ദേശീയവാദികളും എന്ത് ചെയ്യുന്നത്? ഐക്യപ്പെട്ടുകൊണ്ട് പോകുന്നത്. അതായത് 1907 സൂററ്റ് വിഭജനത്തിലാണ് ഈ മിതവാദികളും ദേശീയവാദികളും എന്തായി? 2ആയിട്ട് പിരിയുന്നത്. എന്നാൽ 1916 ആയപ്പോൾ മിതവാദികളും ദേശീയവാദികളും എന്ത് ചെയ്തു? ഒത്തുചേർന്നു. പൗരാവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രേഖ ഇതാണ്. 1215 മാഗ്ന കാർട്ടയാണ്. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യ രേഖയാണ് 1215 മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1948 ഡിസംബർ മാസം 10 തീയതിയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10. അതുകൊണ്ട് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 അല്ലെ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള 6 മൗലിക അവകാശങ്ങൾ? 1 സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ വിഭാവനം ചെയ്തിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയും, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23ഉം 24ഉം, അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർക്കാണിത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. 29ഉം 30ഉമാണ്. അടുത്തത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2009 അവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമം എപ്പോഴാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓക്കെ, നിലവിൽ വന്നതെന്നല്ല കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത് എപ്പോഴാണ്? 2009 എന്നാൽ അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 എന്നാൽ അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1 തീയതിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആക്കിയത്. അനുച്ഛേദം 21 ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം അനുച്ഛേദം 21 നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1 തീയതിയാണ്. എന്താണ് അതിൽ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസവും വിഭാവനം ചെയ്യുന്നത്. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. ആരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. എബ്രഹാം ലിങ്കൺ. രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? ദേശീയമാണ് കേട്ടോ. രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അനുച്ഛേദം 352 പ്രകാരമാണ്. 352 എങ്കിൽ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏതാണ്? 356 എങ്കിൽ അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട് കേട്ടോ. സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 എന്നാൽ ഇന്ന് വരെയും നമ്മുടെ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. രണ്ടും നടന്നിട്ടുണ്ട്. ദേശീയമുണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബട്ട്
ഏത് നടന്നിട്ടില്ല? സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. 4 കൂട്ടിയിട്ട് പോവുക. OBC, ഇവിടെ ശ്രദ്ധിക്കണേ, OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായിട്ട് നിയമിച്ച കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ ആണ്. മണ്ഡൽ കമ്മീഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മീഷൻ എന്ത് ചെയ്തു? എന്താണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? OBC വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ആ വിഭാഗങ്ങൾക്ക് 27% സംവരണം എവിടെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ സർക്കാർ ഉദ്യോഗങ്ങളായിക്കോട്ടെ 27% സംവരണം വേണമെന്നാണ് എന്ത് ചെയ്തത്? ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് കേട്ടോ. ഇതൊക്കെ SCRT ഉണ്ട് കേട്ടോ. OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിച്ച പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി നിയമിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്ന മണ്ഡൽ കമ്മീഷനാണ്. അതിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇവർക്ക് സർക്കാർ ജോലികളിലും സ്കൂൾ പ്രവേശനങ്ങളിലും ഒക്കെ 27% സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങളെ ഒക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. നിയമിക്കുന്ന PSC ചെയർമാനെ നീക്കം ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു PSC ചെയർമാനെയും PSC അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ PSC ചെയർമാനെ നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്, പ്രസിഡന്റ് ആണ്. കാലാവസ്ഥാ വിവരങ്ങൾ അതുപോലെ തന്നെ കൃഷി ഉപദേശങ്ങൾ എന്നിവ നൽകുന്ന സ്മാർട്ട് ആപ്പ് ഏതാണ്? കതിരാണ്. കാലാവസ്ഥാ വിവരങ്ങളും കൃഷി ഉപദേശങ്ങൾ എന്നിവ നൽകുന്ന സ്മാർട്ട് ആപ്പാണ് കതിർ. കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത വിപണന ബ്രാൻഡ് ഏതാണ്? കേരള ഗ്രോ ആണ്. കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത വിപണന ബ്രാൻഡ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരള ഗ്രോ ആണ്. കർഷകർക്ക് ഓൺലൈനിലൂടെ നേരിട്ട് വിൽക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? ഇപ്പൊ കർഷകർ നമുക്കറിയാം കൃഷി ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അത് അവർക്ക് എന്ത് ചെയ്യണം? ഓൺലൈനിലൂടെ വിൽക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഈ നാം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. പഠിക്കണേ, ജനുവരി 11 പഠിക്കണേ. കുറിച്യർ കലാപം 1812. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാ? രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. പഴശ്ശി കലാപം എന്താണ്? പഴശ്ശി കലാപം എവിടെയാണ് നടന്നത്? മലബാറിലാണ് നടന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു പഴശ്ശി കലാപത്തിലേക്ക് നയിച്ചത്. പഴശ്ശി കലാപം മലബാർ പ്രദേശങ്ങളിലായിരുന്നു. തെറ്റായ നികുതി നയമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ തെറ്റായ നികുതി നയമാണ് പഴശ്ശി കലാപത്തിന് കാരണമായത്. എങ്കിൽ പാലിയത്തച്ഛൻ കൊച്ചിയിൽ എന്ത് ചെയ്തു? അവിടെയും ഒരു കലാപം നടന്നു അല്ലെ. എന്താണ്? പാലിയത്തച്ഛനാണ് ആ കൊച്ചിയിൽ അത് എന്ത് ചെയ്തത്? അടിച്ചമർത്ത ചെയ്തത്. എന്തായിരുന്നു? ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടത്. ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതാണ് പാലിയത്തച്ഛന്റെ കൊച്ചിയിലെ ആക്രമണത്തിന് കാരണം. അതായത് അവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം തന്നെ കുറിച്ചത് തന്നെ ബ്രിട്ടീഷുകാരാണ്. കാരണം പാലിയത്തച്ഛനാണ് അന്ന് കൊച്ചിയൊക്കെ ഭരിച്ചിരുന്നത് അല്ലെ. അപ്പൊ ആഭ്യന്തര കാര്യങ്ങളിൽ അവർ കൈകടത്താൻ തുടങ്ങിയത് പ്രശ്നം ഉണ്ടാക്കി. ഇനി വേലുത്തമ്പി ദളവ എവിടെയായിരുന്നു? തിരുവിതാംകൂറിലാണ്. ഇവിടെ കൊച്ചി ആണെങ്കിൽ ഇവിടെ മലബാർ ആണെങ്കിൽ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലാണ്. അതും എന്താണ്? ആഭ്യന്തര കാര്യങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലായിരുന്നു. കുറിച്യർ കലാപം എവിടെ നടന്നു? വയനാട് ജില്ലയിലാണ്. 1812 കുറിച്യർ കലാപം വയനാടാണ്. എന്തായിരുന്നു കാരണം? ഒന്നാം കുറിച്യർ കലാപത്തിന് കാരണം തെറ്റായ നികുതി നയം. പ്രീവിയസ് ചോദ്യമാണ്. തെറ്റായ നികുതി നയമാണ്. മാപ്പിള ലഹള എവിടെ നടന്നു? മാപ്പിള ലഹള അതും മലബാറിലാണ്. അത് കർഷകരുടേതായിരുന്നു കേട്ടോ. മാപ്പിള ലഹള മലബാറിലായിരുന്നു. അത് കർഷകരുടെ സമരമായിരുന്നു. അപ്പൊ പഴശ്ശി കലാപം എവിടെയെന്ന് ചോദിച്ചാൽ മലബാറില് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പാലിയത്തച്ഛൻ എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലായിരുന്നു പ്രശ്നത്തിനിടയാക്കിയത്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലാണ്. അതും ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടലാണ്. കുറിച്യർ കലാപം വയനാടാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. മാപ്പിള ലഹള നടന്നത് മലബാറിലാണ്. എന്നാൽ അതെന്തായിരുന്നു? കർഷകരുടെ പ്രശ്നം. അടുത്തത് വൈകുണ്ഠ സ്വാമികളുടേതാണ് ഇത് സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം.
അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വാഗ്ബടാനന്ദന്റേതാണ് ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പന്റേതാണ് സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പിന്റേതാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി NSS 1914. വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാടാണ്. കുമാരഗുരുദേവൻ അതായത് പൊയ്കിൽ യോഹനന്റേതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വൈകുണ്ഠസ്വാമികൾ എന്താണ് സമത്വ സമാജം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. വി ടി ഭട്ടതിരിപ്പാടിന്റേതാണ് യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവന്റേതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ ആണല്ലോ. നമ്മൾ 80 ക്വസ്റ്റ്യനുകളും നമ്മൾ പരിചയപ്പെട്ടു. നമുക്കിനി എന്ത് ചെയ്യണം? കറണ്ട് അഫെയറും കുറേ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ 2 ക്ലാസ് എന്തായാലും ഡെയിലി 2 ക്ലാസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം? തിരിച്ച് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ കമന്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ഇടുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഫുൾ നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, കാരണം പുതിയ CCRT ആണ് ഫുള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഡെഡിക്കേഷൻ എന്ത് ചെയ്യാം? ക്ലാസ്സുകൾക്ക് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.